മാസ്റ്റർ ഓഫ് സസ്പെൻസിന്റെ രാജാവായ ആൽഫ്രഡ് ഹിച്ച്കോക്ക് 1940 സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് റെബേക്ക. റോബർട്ട് ടി ഷെർവുഡും ജോൺ ഹാരിസണും ചേർന്നാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. റെബേക്ക എന്ന അതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ വരുന്നത്. ഇത് ഹിച്ച്കോക്കിന്റെ ആദ്യത്തെ അമേരിക്കൻ സിനിമാ സംരംഭമാണ്. അതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പടങ്ങളെല്ലാം UK-യിലായിരുന്നു പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ചിത്രത്തിന്റെ കഥയിലേക്ക് വരുവാണെങ്കിൽ, മാക്സിം ഡേവെൻഡർ എന്ന അതിസമ്പന്നനായ മനുഷ്യൻ റെബേക്ക എന്ന തന്റെ ഭാര്യ മരിച്ചതിന്റെ മാനസിക സമ്മർദ്ദം സഹിക്കവയ്യാതെ ഒരു മലഞ്ചെരുവിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് സുന്ദരിയായിട്ടുള്ളൊരു യുവതി കടന്നു വരികയും അയാളെ അതിൽ നിന്ന് മാറ്റുകയും അയാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. വാൻ ഹൂപ്പർ എന്ന സമ്പന്നയായ ഒരു സ്ത്രീയുടെ കെയർടേക്കറായി ജോലി ചെയ്യുന്ന ഈ യുവതി ഒരനാഥയാണ്. സുന്ദരനും സമ്പന്നനുമായ മാക്സിമിനെ വാൻ ഹൂപ്പർ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ആ യുവതിയോട് മാക്സിമിന് ഒരു ചെറിയ അടുപ്പം തോന്നി തുടങ്ങുകയാണ്. അത് പിന്നീട് പ്രണയത്തിലാവുകയും അവരിരുവരും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തെക്ക് പടിഞ്ഞാറൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തന്റെ മാൻഡർലിയിലേക്ക് മിസസ് ഡീവെൻഡർ ആയി മാക്സിം അവളെ പരഹായ പ്രവേശനം നടത്തിക്കുകയാണ്. സമ്പന്നതയും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം പ്രതീക്ഷിച്ചു പോകുന്ന മിസസ് ഡീവെൻഡറിനെ മാൻഡർലിയിൽ തികച്ചും വ്യത്യസ്തവും എന്നാൽ പൈശാചികത നിറഞ്ഞതുമായുള്ള അനുഭവങ്ങളുമായിരുന്നു സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് അവൾക്ക് അവിടെ നേരിടേണ്ടി വരുന്നത് മറ്റാരെയുമല്ല, റെബേക്കയെ തന്നെയായിരുന്നു. മരിച്ചു പോയെങ്കിലും അവളുടെ പ്രശസ്തി ആ മാൻഡർലിയിലും ആ സമൂഹത്തിൽ മുഴുവനും നിലനിന്നിട്ടുണ്ടായിരുന്നു. മാൻഡർലിയുടെ മേൽനോട്ടക്കാരിയായിരുന്നു ഡാൻവേഴ്സ്. ഡാൻവേഴ്സ് വളരെയധികം ദുരൂഹത നിറഞ്ഞൊരു സ്ത്രീയായിരുന്നു. അവർക്ക് റെബേക്കയോട് എന്തെന്നില്ലാത്തൊരു പ്രണയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റെബേക്ക മരിച്ചുപോയത് അവർക്കങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവർ എന്നും റെബേക്കയുടെ മുറി കാത്തു സൂക്ഷിക്കുകയും റെബേക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളെന്നും തുടച്ചു സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഈ അവസ്ഥ നിലനിൽക്കെ തന്നെ പുതിയ മിസസ് ഡീവെൻഡറിനെ ഡാൻവേഴ്സിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഡാൻവേഴ്സ് എപ്പോഴും മിസസ് ഡീവെൻഡറിൻ്റെ അടുക്കൽ ചെന്ന് റെബേക്കയുമായി അവളെ താരതമ്യം ചെയ്യുമായിരുന്നു. റെബേക്കയെ പോലൊരു സുന്ദരിയായൊരു സ്ത്രീ ഈ ഭൂമുഖത്തില്ല. അവരുടെ കഴിവുകൾ വളരെ വലുതാണ്. നിനക്കൊരിക്കലും അവളെ പോലാകാൻ സാധിക്കില്ല. മാക്സിമിൻ്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് നിന്നോടൊരു അനുകമ്പ തോന്നിയത്, അല്ലാണ്ട് അതൊരു സ്നേഹമല്ല. നീ അയാളുടെ ഔദാര്യത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡാൻവേഴ്സ് മിസസ് ഡീവെൻഡറിനെ വല്ലാണ്ട് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുമായിരുന്നു. പക്ഷേ മിസസ് ഡീവെൻഡർ ഇതിനെല്ലാം മറികടന്ന് വളരെ ആത്മാർത്ഥമായി തന്നെ മാക്സിമിനെ സ്നേഹിക്കുന്നു. അവൾ മാക്സിമിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ എന്ത് ത്യാഗം ചെയ്യാനും മുതിരുന്നു. അങ്ങനെ പണ്ട് റെബേക്ക നടത്തിക്കൊണ്ടിരുന്ന ഒരു ഹൗസിംഗ് പാർട്ടി വീണ്ടും നടത്താൻ മിസസ് ഡീവെൻഡർ ഒരുങ്ങുന്നു. അതിനായി മാക്സിമിന്റെ സമ്മതം അവൾ വാങ്ങിച്ചെടുക്കുന്നു. വളരെ ഭംഗിയായി തന്നെ ഹൗസിംഗ് പാർട്ടിക്കുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അവൾ ഒരുക്കുന്നു. ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് ഡാൻവേഴ്സ് അവളുടെ അടുക്കൽ വന്ന് മാക്സിമിന്റെ പൂർവികരിൽ ഒരാൾ ധരിച്ചിരുന്ന ഒരു സ്യൂട്ട് അവളെ കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇത് ധരിക്കുവാണെങ്കിൽ നിനക്കിത് നന്നായിട്ട് ചേരും, നിന്റെ ലുക്ക് തന്നെ മാറിപ്പോവും, മാക്സിമിന് ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നു. അവൾ ആ സ്യൂട്ട് നോക്കുമ്പോൾ അത് വളരെ ഭംഗിയുള്ളതായി അവൾക്ക് തോന്നുന്നു. അങ്ങനെ മാക്സിമിന് ഒരു സർപ്രൈസ് ആയിട്ട് അവൾ ആ സ്യൂട്ട് ധരിച്ച് മാക്സിം അറിയാതെ മാക്സിമിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. മാക്സിമിൽ നിന്നും കെട്ടിപ്പുണർന്നു ചുംബനം സ്വീകരിക്കാൻ വേണ്ടി അവൾ നോക്കി നിൽക്കുമ്പോൾ ഈ സ്യൂട്ട് ഇട്ട് നിൽക്കുന്ന മിസസ് ഡീവെൻഡറിനെ കണ്ട് മാക്സിമിന് കോപമാണ് വന്നത്. അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ആ പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇതവളെ വല്ലാണ്ടധികം ദുഃഖത്തിലായിരുന്നു. അവൾ മാനസികമായി വളരെയധികം തളരുന്നു. ഡാൻവേഴ്സ് തന്നെ ചതിച്ചതായിരുന്നു എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കുന്നു. അവൾ ഡാൻവേഴ്സിന്റെ അടുക്കൽ ചെന്ന് പറയുന്നു, നീ എന്തിന് എന്നോട് ഇത് ചെയ്തു? പക്ഷേ ഡാൻവേഴ്സ് തിരിച്ച് മറുപടി പറയുന്നത് തികച്ചും ക്രൂരത നിറഞ്ഞ രീതിയിലായിരുന്നു. ഡാൻവേഴ്സ് പറയുന്നു, നീ എന്തിനാണ് ഈ വേഷം കെട്ടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, മാക്സിമിന് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. നീ എന്ത് വസ്ത്രം ധരിച്ചാലും നീ എന്ത് പാർട്ടി നടത്തിയാലും ഒരു കാര്യവുമില്ല. നീ ഇനി മരിക്കുന്നതാണ് നല്ലത്.
ഇങ്ങനെ നാണം കെട്ട് എന്തിനാണ് ജീവിക്കുന്നത്? മരിക്കൂ, ഇപ്പോൾ തന്നെ ഈ ജനലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി നീ മരിക്കൂ, അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് അവൾ പ്രകോപിതയാക്കുന്നു. ഡാൻവേഴ്സിന്റെ ഈ വാക്കുകൾ കേട്ട് മനം തൊന്ത് അവൾ ആത്മഹത്യ ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നു. ആ ജനാലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരു വലിയ അലാറം മുഴങ്ങുന്നു. അതൊരു കപ്പൽ അപകടത്തിൽപ്പെട്ട അലാറമായിരുന്നു. കപ്പലിലെ അപകടത്തിൽപ്പെട്ട യാത്രക്കാരെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയിൽ രക്ഷാപ്രവർത്തകർക്ക് ഒരു മുങ്ങിയ ബോട്ട് കണ്ടെത്താൻ സാധിക്കുന്നു. ആ മുങ്ങിയ ബോട്ടിൽ റെബേക്കയുടെ ബോഡി അവർ കണ്ടെത്തുന്നു. ഇത് പെട്ടെന്ന് തന്നെ പോലീസ് വരികയും പോലീസ് ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. മാക്സിം ഇതെല്ലാം അറിഞ്ഞ് വല്ലാണ്ടധികം ദുഃഖിതനാവും. അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് പേടിച്ച് അവൾ മാക്സിമിനെ തേടി യാത്ര തിരിക്കുന്നു. മാക്സിമിനെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ അവൾ കണ്ടെത്തുന്നു. അവൾ മാക്സിമിന്റെ അടുക്കൽ ചെന്ന് കരഞ്ഞു വീണ് പറയുന്നു, എന്റെ സ്നേഹം മനസ്സിലാക്കണം, നിങ്ങൾ ഇനി റെബേക്കായ്ക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, എനിക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് അവൾ കരയുന്നു. അവിടെയാണ് മാസ്റ്റർ ഓഫ് സസ്പെൻസ് എന്ന ഹിച്ച്കോക്കിന്റെ മാന്ത്രിക തന്ത്രം ഉടലെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഹിച്ച്കോക്ക് തന്റെ സിനിമയുടെ ഗ്രാഫ് മൊത്തത്തിൽ അങ്ങ് മാറ്റുവാണ്. മാക്സിമിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, സത്യത്തിൽ റെബേക്കയുമായി എനിക്ക് യാതൊരുവിധ സന്തോഷകരമായിട്ടുള്ള ജീവിതവും ഉണ്ടായിട്ടില്ല. അവൾ വളരെയധികം മോശപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അവൾക്ക് മറ്റു പല പുരുഷന്മാരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം റെബേക്ക തന്റെ അടുക്കൽ വന്ന് പറയുന്നു, ജാക്ക് ഫാവൽ എന്ന തന്റെ കസിനുമായി അവൾക്കൊരു രഹസ്യ ബന്ധം ഉണ്ടായിരുന്നുവെന്നും അതിൽ താൻ ഗർഭിണിയായിരുന്നുവെന്നും അവൾ വന്ന് പറയുന്നു. ആ സന്ദർഭത്തിൽ അവൾ ഇങ്ങനെയും കൂടി കൂട്ടിച്ചേർക്കുന്നു, മാക്സിം, നീ ഇനി ഇവിടെ നിൽക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. ഞങ്ങളുടെ ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ വെറും ഒരു അധികപ്പറ്റായി പോകും. അങ്ങനെ പറഞ്ഞ് അവൾ മാക്സിമിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഭീഷണി സഹിക്കവയ്യാതെ മാക്സിം അവളോട് ആക്രോശിക്കുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഉന്തും തള്ളിന്റെ ഇടയിൽ പെട്ടെന്ന് അവള് മറിഞ്ഞു വീണ് അവളുടെ തല ചെന്നിടിച്ച് അവൾ പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടായത്. വളരെ യാദൃശികമായി തനിക്ക് പറ്റിയ ഈ അബദ്ധം ഒരു കൊലപാതകമായി മാറും, താൻ പോലീസിൽ പിടിക്കപ്പെടുമെന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയ മാക്സിം ആരും അറിയാതെ റെബേക്കയുടെ ബോഡി യഥാർത്ഥത്തിൽ മറവ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഈ സത്യകതയെല്ലാം മനസ്സിലാക്കിയ മിസ്സസ് ഡീവെന്റർ മാക്സിമിനോട് വളരെയധികം സഹാനുഭൂതി തോന്നുകയും സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ മാക്സിമിനെ കെട്ടിപ്പുണർന്ന് പറയുന്നു, നിന്നെ ഒരിക്കലും ഞാൻ പോലീസിന് വിട്ടുകൊടുക്കില്ല, നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഫേസ് ചെയ്യും. ഇതിന്റെ ഇടയിൽ റെബേക്കയുടെ രഹസ്യ കാമുകനായ ജാക്ക് ഫാവൽ എന്ന അവളുടെ കസിൻ പോലീസുകാരുടെ അടുക്കൽ ചെന്ന് പറയുന്നു, മാക്സിമാണ് അവളെ കൊന്നത്, അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരുവിധ കാര്യങ്ങളും അവൾക്കില്ല, അവൾ വളരെയധികം സന്തോഷവതിയായിരുന്നു, അവൾ പല സമയത്തും മാക്സിമുമായിട്ടുള്ള ബന്ധം ഒരു നല്ല ബന്ധമായിരുന്നില്ല എന്ന് പല സമയത്തും റെബേക്ക തന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് ജാക്ക് ഫാവൽ പോലീസുകാരുടെ അടുക്കൽ വെളിപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഈ കേസ് നേരെ മാക്സിമിന്റെ അടുക്കൽ പോകുന്നു. മാക്സിം ഒരു വക്കീലിനെ വെക്കുന്നു. അത് ഒരു കോടതി വിചാരണയിലേക്ക് മാറുന്നു. കോടതി വിചാരണയ്ക്കിടയിൽ എല്ലാ തെളിവുകളും മാക്സിമിനെതിരായി വരുന്നു. കോടതിയുടെ വിചാരണയുടെ ഫലമായി മാക്സിമിന് പ്രതീക്ഷിക്കാൻ ഇനി ഒരേ ഒരാളും കൂടിയേ ബാക്കിയുള്ളൂ. അത് റെബേക്കയെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറാണ്. അങ്ങനെ ആ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്താനായി ഒരു വക്കീലും ഒരു പോലീസുകാരനും മാക്സിമും റെബേക്കയുടെ കസിനായ ജാക്ക് ഫാവലും കൂടി ഡോക്ടറുടെ അടുക്കിലേക്ക് പോവുകയാണ്. വീണ്ടും ഹിച്ച്കോക്കിന്റെ മാന്ത്രിക തന്ത്രം, സസ്പെൻസ് എന്ന അദ്ദേഹത്തിന്റെ മാന്ത്രിക തന്ത്രം വീണ്ടും സിനിമയിൽ ഉടലെടുക്കുകയാണ്. ക്ലൈമാക്സിൽ വേറിട്ടൊരു ട്വിസ്റ്റുമായി ഡോക്ടറുടെ മൊഴി വരുന്നു. ഡോക്ടർ പറയുകയാണ്, സത്യത്തിൽ റെബേക്ക ഗർഭിണിയായിരുന്നില്ല, മറിച്ച് അവൾ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. ഏത് നിമിഷവും മരണപ്പെടാവുന്ന അവസ്ഥയിലായിരുന്നു റെബേക്കയുടെ സ്ഥിതി. റെബേക്ക ക്യാൻസർ രോഗിയായിരുന്നു എന്നുള്ള ഡോക്ടറുടെ മൊഴി പ്രകാരം മാക്സിം നിരപരാധിയാണെന്ന് കോടതി തെളിയിക്കുന്നു. അങ്ങനെ മാക്സിം സന്തോഷവാനായി തന്റെ പ്രിയതമയെ കാണാനായി മാൻഡർലിയിലേക്ക് മടങ്ങുകയാണ്. അയാളുടെ സന്തോഷത്തോടൊപ്പം തന്നെ അയാൾ ഒരു സത്യം മനസ്സിലാക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അന്ന് രാത്രി റെബേക്ക തന്നെ കൊല്ലാൻ പ്രേരിപ്പിക്കുമായിരുന്നു എന്നുള്ള വസ്തുത അയാൾ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും തന്റെ നിരപരാധിത്വം കോടതി മനസ്സിലാക്കിയല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടിയും തന്റെ പ്രിയതമയോടൊപ്പം ജീവിക്കാം എന്നുള്ള ആഗ്രഹവും മുൻനിർത്തി അയാൾ ചീറിപ്പാഞ്ഞ് മാൻഡർലിയിലേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ്.
ഏകദേശം മാൻഡർലിയിൽ എത്താറാകുമ്പോഴത്തേക്കും വലിയൊരു അഗ്നികുംഭം അയാൾ കാണുന്നു. അയാൾ പേടിച്ച് മാൻഡർലിയിൽ ചെന്നെത്തുമ്പോൾ കാണുന്നത് കത്തി നശിച്ച മാൻഡർലിയാണ്. അയാൾ സങ്കടത്തോടുകൂടി അവിടെ നിൽക്കുമ്പോൾ പ്രതീക്ഷയോടുകൂടി അയാളുടെ തോളിൽ വന്ന് പിടിച്ച് മിസ്സിസ് ഡീവെൻഡർ അയാളോട് പറയുകയാണ്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മാത്രമല്ല ഇവിടെ ആരും മരിച്ചിട്ടില്ല. ഡാൻവേഴ്സിന് ഭ്രാന്തളകി. ഡാൻവേഴ്സ് ഈ കൊട്ടാരം നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ മൊത്തം തീയിട്ടു. അങ്ങനെ ഞങ്ങളെ എല്ലാവരെയും കൊന്ന് ഈ കൊട്ടാരവും നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അവളുടേത്. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. അങ്ങനെ അവരെല്ലാം നോക്കി നിൽക്കെ ഡാൻവേഴ്സ് ആ അഗ്നിക്കിരയാവുകയാണ് ചെയ്യുന്നത്. ഹിച്ച്കോക്ക് സിനിമാ പ്രേമികൾക്ക് ഒട്ടും നിരാശപ്പെടുത്താത്ത ചിത്രം തന്നെയാണ് റെബേക്ക. ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള ഓസ്കാറും മികച്ച ഛായാഗ്രഹണത്തിനുള്ള ഓസ്കാറും ലഭിച്ചിരുന്നു. ഈ ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായവയും. അതിലെടുത്തു പറയേണ്ടത് ഡാൻവേഴ്സ് ആയിട്ട് അഭിനയിച്ച ജുഡിത്ത് ആൻഡേഴ്സൺ എന്ന നടിയുടെ മികച്ച പ്രകടനമാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാലും ഡാൻവേഴ്സ് എന്ന കഥാപാത്രത്തെ ഒരു പ്രേക്ഷകനും ഒരിക്കലും മറക്കുകയില്ല. അത്രയ്ക്കും മികച്ച പ്രകടനമായിരുന്നു അവർ ഈ സിനിമയിൽ കാഴ്ചവെച്ചത്. ചിത്രത്തിലെ നായികയായി അഭിനയിച്ച ജോആൻ ഫോണ്ടൈനും മികച്ച രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ധൈര്യമായി ഏത് സിനിമാ പ്രേമികൾക്കും കാണാവുന്ന സിനിമയാണ്. ഓരോ സീനും സസ്പെൻസുകൾ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ മികച്ച ഛായാഗ്രഹണ ഭംഗിയും ചടുലതയാർന്ന പശ്ചാത്തല സംഗീതവും കൊണ്ട് സിനിമയുടെ മാറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിന്റേജ് സൂമിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.